പ്രിയമുള്ളവരെ, വചനജ്വാല 1043 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 9 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ഹാമാന്റെ പതനം. രാജാവും ഹാമാനും എസ്തേർ രാജ്ഞി ഒരുക്കിയ വിരുന്നിന് ചെന്നു. 2-ാം ദിവസം അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് വീണ്ടും ചോദിച്ചു, എസ്തേർ രാജ്ഞി, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. എന്താണ് നിന്റെ ആവശ്യം? രാജ്യത്തിന്റെ പകുതി തന്നെ ആയാലും ശരി, അത് ഞാൻ നൽകാം. എസ്തേർ രാജ്ഞി പറഞ്ഞു, രാജാവേ, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ, രാജാവിന് ഇഷ്ടമാണെങ്കിൽ എന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എന്റെ അപേക്ഷ. എന്റെ ജനത്തെ രക്ഷിക്കണമെന്നാണ് എന്റെ ആവശ്യം. നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടാനും ഞാനും എന്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ സമാധാനം വെടിയില്ലായിരുന്നു. ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതല്ലോ. അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോട് ചോദിച്ചു, ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവനാര്? അവൻ എവിടെ? എസ്തേർ പറഞ്ഞു, വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ. അപ്പോൾ ഹാമാൻ രാജാവിന്റെയും രാജ്ഞിയുടെയും മുൻപിൽ ഭയന്നു വിറച്ചു. രാജാവ് വിരുന്ന് നിർത്തി കോപിച്ചെഴുന്നേറ്റ് രാജകീയോദ്യാനത്തിലേക്ക് പോയി. എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയോട് തന്റെ ജീവൻ യാചിക്കാൻ അവിടെ നിന്നു. കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നെന്ന് അവന് മനസ്സിലായി. എസ്തേർ ഇരുന്നിരുന്ന തൽപ്പത്തിൽ ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നത്. അവൻ ചോദിച്ചു, എന്റെ കൊട്ടാരത്തിൽ വെച്ച് എന്റെ മുൻപിൽ വെച്ച് അവൻ രാജ്ഞിയെ ആക്രമിക്കുമോ? ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. രാജാവിനെ സേവിച്ചിരുന്ന ഷണ്ഡന്മാരിൽ ഒരാളായ ഹർബോണ പറഞ്ഞു, രാജാവിനെ രക്ഷിച്ച മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴം ഉയരമുള്ള കഴുമരം അവന്റെ വീട്ടിൽ നിൽക്കുന്നു. രാജാവ് കൽപ്പിച്ചു, അവനെ അതിൽ തന്നെ തൂക്കുക. അങ്ങനെ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവർ അവനെ തൂക്കി. രാജാവിന്റെ കോപം ശമിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ വെറോനിക്ക ജൂലിയാനയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഇറ്റലിയിൽ ജനനം. ഉർസുള എന്നായിരുന്നു സ്നാന നാമം. ചെറുപ്പം മുതൽ ദരിദ്രരോട് കരുണ കാണിച്ചിരുന്നു. 11-ാം വയസ്സിൽ മാതാവിനോടും കർത്താവിന്റെ പീഡാനുഭവത്തോടും പ്രത്യേക ഭക്തി പ്രകടിപ്പിച്ചിരുന്നു. കന്യാസ്ത്രീയാകാൻ താല്പര്യം അറിയിപ്പിച്ചപ്പോൾ വിവാഹകാര്യമാണ് ആലോചിച്ചത്. അവൾ എതിർത്തു.
രോഗിയായി മാറാനും തുടങ്ങി. ഉടനെ പിതാവ് കന്യാസ്ത്രീയാവാൻ അനുവാദം നൽകി. 18-ാം വയസ്സിൽ ക്ലാരമഠത്തിൽ വ്രതവാഗ്ദാനം ചെയ്ത് കന്യാസ്ത്രീയായി. കുരിശു വഹിക്കുന്ന കർത്താവിന്റെ കാഴ്ച ഉണ്ടായി. 34-ാം വയസ്സിൽ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. സ്വാഭാവികമാണോ എന്നറിയാൻ ചികിത്സകൾ പലതും ചെയ്തു. ഫലമുണ്ടായില്ല. 56-ാം വയസ്സിൽ താൻ താമസിച്ച മഠത്തിലെ ആബട്ടായി. 67-ാം വയസ്സിൽ ക്ഷിപ്രസന്നി രോഗം മൂലം ദിവംഗതയായി. മുൾമുടിയും കുരിശും ധരിച്ചതായിട്ടാണ് ഈ വിശുദ്ധയെ സാധാരണയായി ചിത്രീകരിക്കാറുള്ളത്. പഞ്ചക്ഷതധാരിയായ വിശുദ്ധ വെറോനിക്ക ജൂലിയാനയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ വെറോനിക്ക ജൂലിയാനി നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വെറോനിക്ക ജൂലിയാനിയുടെ മധ്യസ്ഥം കൂടി നമുക്ക് പ്രത്യേകമായി യാചിക്കാം.